കേരളം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പായിട്ട് പാതിവില തട്ടിപ്പ് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും തട്ടിപ്പ് നടന്നു എന്നുള്ളത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പണം വാങ്ങിയെന്ന പരാതിയുമായി ചിറ്റൂർ മണ്ഡലത്തിലെ വീട്ടമ്മമാരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ മന്ത്രിയുടെ PAയ്ക്കും പങ്കുള്ളതായിട്ട് ആരോപണം ഉയരുന്നുണ്ട്. ആദ്യം ആ പ്രതികരണം കേൾക്കാം. മന്ത്രി ഓഫീസിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു പദ്ധതി ഉണ്ട്, നിങ്ങൾ ചേരുകയും പറഞ്ഞു. 320 റുപ്യ ആദ്യം കെട്ടിയിട്ട് ചേരാൻ പറഞ്ഞു. അപ്പോൾ അത് കെട്ടിയ എല്ലാം ഇപ്പോൾ ആദ്യം സ്കൂട്ടി കൊടുക്കുന്നുണ്ട്, പിന്നെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീന്, ഗ്രൈൻഡർ, പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, സകല സാധനങ്ങളും 20,000 റുപ്യൻ്റെ വിലയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ ഓരോ വണ്ടിൻ്റെ ഞങ്ങൾ 60,000 കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അവർ എല്ലാം കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾ മന്ത്രി ഓഫീസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയി. അതായത് ഗവൺമെൻറ്റിൻ്റെ പരിപാടി പറഞ്ഞിട്ടാണ് ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, എല്ലാവരും ആരെയും കുറ്റപ്പെടുത്തണമെന്നില്ല. പക്ഷെ ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങളുടെ പൈസ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇപ്പോൾ എത്രയോ പേർക്ക് മന്ത്രി സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും ഇടപെട്ടിട്ട് ഞങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് മന്ത്രി ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ്. അതെ, ഞങ്ങളുടെ മന്ത്രി ഓഫീസിൽ വെച്ചിട്ട്. അതായത് കൃഷ്ണൻകുട്ടി മന്ത്രി പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു ചിന്തയും നമുക്ക് പോവില്ലല്ലോ. ഞാൻ എന്താണ് GPay വഴിയാണ് പേ ചെയ്തത്. ഞങ്ങൾ ഗൂഗിൾ പേ GPay ചെയ്തതാണ്. 5,900 സീഡ് സൊസൈറ്റിക്ക് കൊടുത്തു. പിന്നെ 60,000 അതുപോലെ GPay ആണ് ചെയ്തത്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച വീട്ടമ്മമാർ പറയുന്നത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു പണം നൽകിയത്. അതുകൊണ്ട് അതിനെ വേറെ ഇതൊന്നുമില്ല. കാരണം മന്ത്രി കൂടെ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തങ്ങൾ കൊടുക്കുന്ന പണത്തിന് തങ്ങൾക്കതിൽ ആ തുക കൊടുക്കുന്നതനുസരിച്ച് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ആ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? അത് അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? രജനി, ഇതുവരെ മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതായത് പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 124ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ചിറ്റൂർ മേഖലയിലാണ് ഇപ്പോൾ ഈ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്ന് ആ തട്ടിപ്പിന് ഇരയായ സ്ത്രീകൾ തന്നെ വെളിപ്പെടുത്തുന്നത്. അതായത് ഈ പ്രദേശത്തെ സ്ത്രീകളോടും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വാഹനമാണെങ്കിലും ഒക്കെ പാതി വിലയ്ക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുന്നത്. ഇതിനായി ഇവർ ആദ്യം പോയത് മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്കാണെന്നാണ് ഇവർ പറയുന്നത്. അവിടെ എത്തിയ സമയത്ത് ചിലർ പണമായി കയ്യിൽ നൽകി, ചിലർ ഗൂഗിൾ പേ വഴി, മറ്റു ചിലർ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്തരത്തിലാണ് പണം നൽകിയിരിക്കുന്നത്. ജനതാദളിൻ്റെ മന്ത്രിയുടെ പാർട്ടിയായ ജനതാദളിൻ്റെ ഒരു പഞ്ചായത്ത് അംഗവും ഒപ്പം തന്നെ മന്ത്രിയുടെ PA ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അവരൊക്കെ ഇടപെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള തങ്ങൾ പണം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് തട്ടിപ്പിന് ഇരയായ ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഈ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പണമിടപാടുകൾ നടന്നതുകൊണ്ട് തന്നെ ഇത് സർക്കാർ പദ്ധതിയാണ് എന്നുള്ളത് തങ്ങൾ വിശ്വസിച്ചു പോയി. മാത്രമല്ല മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിറ്റൂർ മേഖലയിൽ സുപരിചിതനാണ്. ഈ തട്ടിപ്പിന് ഇരയായ ആളുകളിൽ പലരും മന്ത്രിയുടെ പാർട്ടിയായ ജനതാദളിൻ്റെ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാർട്ടി മെമ്പർ, പഞ്ചായത്ത് മെമ്പർ തന്നെ ഇങ്ങനെയൊരു പദ്ധതി ഉണ്ട് എന്ന് അറിയിക്കുന്നു. ശേഷം പണം നൽകുന്നതാവട്ടെ പാർട്ടിയുടെ മന്ത്രിയായ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചുമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിൽ തങ്ങൾക്ക് മറ്റ് സംശയങ്ങളൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ പറയുന്നത്. ഏതായാലും തട്ടിപ്പിന് ഇരയായി എന്നിവർക്ക് ബോധ്യമായതോടുകൂടെ തന്നെ ഇവർ മന്ത്രിയുടെ ഓഫീസുമായി മറ്റുമൊക്കെ ബന്ധപ്പെട്ടിരുന്നു, മന്ത്രിയുടെ PA ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ പണം ഉടൻ ലഭിക്കും, തിരികെ കിട്ടും, നിങ്ങളുടെ പണം നഷ്ടമാവില്ല എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും പിന്നീട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ പരാതിയായിട്ട് പറയുന്നത്. ഏതായാലും ഈ തട്ടിപ്പിനിരയായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി തങ്ങൾക്ക് വാഹനമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നൽകിയ പണമെങ്കിലും തിരികെ നൽകണം. കാരണം പലരും പറയുന്നത് തങ്ങൾ കടമെടുത്തും മറ്റുമൊക്കെ നൽകിയ തുകയാണ്. അതുകൊണ്ട് തന്നെ ആ പണം എടുത്ത ലോണെങ്കിലും തിരിച്ചടയ്ക്കണം. അതിന് ഇനി എങ്ങനെയെങ്കിലും ആ പണം തിരിച്ച് നൽകിയാൽ മതി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും സംസ്ഥാന വ്യാപകമായിട്ട് ഈ പാതിവില തട്ടിപ്പിനുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകൾ അനുദിനം ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു മന്ത്രിയുടെ ഓഫീസുമായി
പോലും ഇതിനെ കൃത്യമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഈ സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ. ഇങ്ങനെ എത്ര പേർക്കാണ് പണം നഷ്ടമായത് ഈ പാലക്കാട് മാത്രം, ചിറ്റൂരിലും മാത്രം. ഇവർ പറയുന്നുണ്ട് പ്രീതി എന്നൊരാളിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിലാണ് ഞങ്ങൾ പണം ഏൽപ്പിച്ചത്, ഈ മുദ്രപത്രത്തിലൊക്കെ തന്നെ ഒപ്പിട്ട് വാങ്ങിച്ചു, എന്നിട്ടാണ് പണം വാങ്ങിച്ചതെന്ന് പറയുന്നു. പക്ഷേ അതിന് പിന്നീടുള്ള രേഖ എന്ന് പറയുന്നത് വെറും ഒരു രസീത് മാത്രമായിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഈ പ്രീതി എന്ന് പറഞ്ഞ ആളിനെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ ഉഷ പ്രതികരിച്ചത്. തീർച്ചയായിട്ടും രജനി, ജനതാദളിൻ്റെ പഞ്ചായത്ത് അംഗമാണ്, അതായത് പഞ്ചായത്ത് വാർഡ് മെമ്പറാണ് ഈ പ്രീതി. ആ പ്രീതിയുടെ നേതൃത്വത്തിലാണ് പണപ്പിരിവ് ഈ താഴേക്കടയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രീതി എന്ന ജനതാദളിൻ്റെ അവിടുത്തെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ഈ ആളുകളെ കൊണ്ടൊക്കെ ഇതൊരു സർക്കാർ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ കൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നു. തുടർന്ന് ഇവർ ഈ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക്, ചിറ്റൂരിലെ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ നിന്നുമാണ് ഈ പണപ്പിരിവും മറ്റുമൊക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പലതരത്തിലാണ്. ചിലർ ഗൂഗിൾ പേ വഴി പണം അടച്ചിട്ടുണ്ട്, ചിലർ ആദ്യം തന്നെ പണം നൽകിയിട്ടുണ്ട്. ഒരു മുദ്ര പേപ്പറിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പ് പേപ്പർ വാങ്ങി അതിൽ ഒപ്പിട്ടും മറ്റുമൊക്കെ എഗ്രിമെൻ്റ് ഉണ്ടാക്കി നൽകിയിട്ടുണ്ട്. പലർക്കും ചില രസീതുകൾ നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ ജനതാദളിൻ്റെ മെമ്പറെ ഇത്തരത്തിൽ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ നേരത്തെ തന്നെ സമീപിച്ചിരുന്നു. ആ സമയത്തൊക്കെ പലർക്കും ആ മെമ്പർ പറഞ്ഞത് ഉടൻ തന്നെ പണമൊന്നും നഷ്ടമാവില്ല, നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുമെന്നുള്ളതാണ്. ഈ ജനതാദളിൻ്റെ മെമ്പറോട് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മന്ത്രിയുടെ PA ഉൾപ്പെടെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, മറ്റ് പല സ്ത്രീകളും PA ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളുടെ പണമൊന്നും നഷ്ടമാവില്ല എന്നുള്ളതാണ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, അതായത് മന്ത്രിയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ പറഞ്ഞത് പണമൊന്നും നഷ്ടമാവില്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. മാത്രമല്ല ഈ പണമിടപാടൊക്കെ നടക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാവുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ ജനതാദളിൻ്റെ പാർട്ടി ഓഫീസും ഇതൊക്കെ തൊട്ടടുത്തായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിശ്വാസമുണ്ട്. അവർക്ക് ജനതാദൾ എന്ന് പറയുന്നത് ഈ ചിറ്റൂർ മേഖലയിലെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചിറ്റൂർ മേഖലയിൽ അത്തരത്തിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ മെമ്പർ പണപ്പിരിവ് നടത്തുന്നു, അല്ലെങ്കിൽ ഇത്തരമൊരു സർക്കാർ പദ്ധതിയാണെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം ഇതിൻ്റെ തുക വാങ്ങുന്നതും മറ്റ് നടപടികളൊക്കെ നടക്കുന്നത് ഈ ജനതാദളിൻ്റെ പാർട്ടി ഓഫീസും മന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നുമാണ് ഇത്തരം നടപടികളൊക്കെ. അതായത് ഈ ജനങ്ങളെ, ഈ പാവപ്പെട്ട സ്ത്രീകളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആസൂത്രിതമായ ഒരു തട്ടിപ്പാണ് ജനതാദളിന്റെ ഭാഗത്ത് നിന്നും മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മെമ്പറുടെ നേതൃത്വത്തിലാണ് പണപ്പിരിവ് ആദ്യഘട്ടത്തിൽ നടന്നിരിക്കുന്നതെങ്കിൽ പോലും ഇതിൽ മന്ത്രിയുടെ PAയ്ക്കും മന്ത്രിക്കും ഉൾപ്പെടെ ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. അത് പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായിട്ട് തന്നെ ഉന്നയിക്കുന്നു. BJPയും കോൺഗ്രസും ഉൾപ്പെടെ ഇതിനോടകം തന്നെ ഇതിൽ മന്ത്രിയുടെ പങ്ക് കൂടെ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു മെമ്പർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വൈഡായിട്ടുള്ള ആളുകളിൽ നിന്ന് എങ്ങനെ പണപ്പിരിവ് നടത്തും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ആയിട്ട് ഉയരുന്നത്. കാരണം ഒരു സ്ത്രീക്ക് പഞ്ചായത്തിലൊരു മെമ്പറായ ജനതാദളിൻ്റെ സാധാരണ ഒരു ചെറിയ നേതാവായ വ്യക്തിക്ക് ഇത്രയും ആളുകളിൽ നിന്നും ഇങ്ങനെ പണം സ്വരൂപിച്ച് ഈ സിവിൽ സൊസൈറ്റിക്ക് കൈമാറാനും മറ്റും കഴിയുമോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമായിട്ട് ഉയരുന്നത്. അത് നേരത്തെ ഈ BJP ഉൾപ്പെടെ ആരോപിക്കുന്നത് മന്ത്രിയുടെ PAയ്ക്ക് ഉൾപ്പെടെ ഈ സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അനന്തരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ബന്ധമുണ്ട്, അത് അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളതാണ്. മാത്രമല്ല മന്ത്രി കൃഷ്ണൻകുട്ടി കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് എന്നും, കാരണം മിക്ക സമയത്ത് മന്ത്രി ആ ഓഫീസിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പാതിവിലയ്ക്ക് വാഹനം നൽകുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ മന്ത്രിയും അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മന്ത്രി ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണം എന്നുള്ളതാണ് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതിനോടൊപ്പം തന്നെ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇതൊരു മന്ത്രിയുടെ ഓഫീസാണ്, അവിടെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അത് മാത്രമല്ല ഇവിടെ ഈ സ്ത്രീകളെ ഒന്നടങ്കം പറയുന്നത് ഞങ്ങൾ വിശ്വാസം എന്ന് പറയുന്നത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണല്ലോ ഞങ്ങളുടെ ഇന്ന് കാശൊക്കെ വാങ്ങിച്ചത്, അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടുമെന്നുള്ളത്. ഒപ്പം നേരത്തെ പല റിപ്പോർട്ടുകളും വന്നതനുസരിച്ച് ഈ പ്രതിപക്ഷത്തിനും ഇടത് നേതാക്കൾക്കൊക്കെ തന്നെ ഇതിൽ പങ്കുണ്ടെന്ന് പറയുമ്പോഴും അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇങ്ങനെയുള്ളൊരു വലിയൊരു സംഭവമാകുമ്പോൾ തങ്ങൾ അതിൽ പങ്കെടുക്കും, പക്ഷേ തങ്ങൾക്ക് അതിൽ യാതൊരു ഇടപാടുമില്ല എന്നാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീകളടക്കം പറയുന്നുണ്ട് മന്ത്രിയുടെ PAയ്ക്കടക്കം പങ്കുണ്ട് എന്നാണ്. ഇതിൽ സർക്കാർ വരെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെയല്ലേ ഈ K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൻ്റെ പങ്ക് കൂടെ വ്യക്തമാകുന്നതിലൂടെ മനസ്സിലാക്കുന്നത്.
തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം ഇത്തരം തട്ടിപ്പ് സംഘങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചൊക്കെ പണം വാങ്ങുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ സാധാരണക്കാരിൽ നിന്ന് അതൊരു സർക്കാർ പദ്ധതിയാണെന്ന് ഈ ജനതാദളിൻ്റെ, അതായത് മന്ത്രിയുടെ പാർട്ടിയുടെ പഞ്ചായത്ത് അംഗം തന്നെ എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് ആളെ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സംശയമുയർത്തുന്ന കാര്യം. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സീഡ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടിയാണ് എന്നുകൂടെ ഈ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞതെങ്കിൽ അതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ഒരു സർക്കാർ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പണം വാങ്ങുന്നു, അല്ലെങ്കിൽ ആ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും പണം വാങ്ങുന്നു. രണ്ടാമത്തെ കാര്യം, ജനതാദൾ, മന്ത്രിയുടെ പാർട്ടി തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ആ പാർട്ടിയായ ജനതാദളിൻ്റെ പഞ്ചായത്ത് അംഗം അതിന് നേതൃത്വം നൽകുന്നു. അതും ചിറ്റൂർ ഈ ജനതാദളിന് വളരെ സ്വാധീനമുള്ള മേഖലയാണ്. അവിടുത്തെ ഈ പാർട്ടി പ്രവർത്തകർ, അതായത് ജനതാദൾ നേരത്തെ സംസാരിച്ച ഉഷ ജനതാദളിൻ്റെ പ്രവർത്തകയാണ്. ആ ജനതാദളിൻ്റെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇതൊരു സർക്കാർ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞ് പാതി വിലയ്ക്ക് വാഹനം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേറെ രൂപ, 60,000-ലേറെ രൂപ ഓരോ ആളുകളിൽ നിന്നും വാങ്ങുന്നു എന്നുള്ളത് ജനങ്ങളെ തീർച്ചയായും കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് എന്തിനാണ് ഇങ്ങനെ സർക്കാർ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് പണം വാങ്ങിയത്, അതിലാണ് വലിയ ദുരൂഹത ഉയരുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പലരും പരാതിയുമായി രംഗത്ത് വരാനൊക്കെ ഭയക്കുന്ന ഒരു സാഹചര്യവും പൊതുവെ ഉണ്ട്. കാരണം ചിറ്റൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ജനതാദളിനൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ ധാരാളം ആളുകൾ ജനതാദളിൻ്റെ തന്നെ പാർട്ടി പ്രവർത്തകരാണ്. അവർ മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് പണം നൽകിയത് എന്ന കാര്യമോ ഒക്കെ തുറന്നു പറയാൻ പൊതുവെ ഭയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പരാതിയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പോലീസ് ഇതിലെന്ത് നടപടിയാണ് എടുത്തത്? കാരണം ഇത് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. രജനി, ഈ പോലീസിൽ നൽകിയ പരാതിയിലോ മറ്റോ ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നത് എന്നുള്ള കാര്യം ഇവരെ കൊണ്ട് നൽകിയിട്ടില്ല. അതായത് പരാതി നൽകുമ്പോൾ അത്തരം കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ പരാതി നൽകുന്നതിന് വേണ്ടി ജനതാദളിൻ്റെ തന്നെ അവിടുത്തെ ലോക്കൽ പ്രവർത്തകരാണ് ഇവരെ സമീപിച്ച് പോലീസിലുടൻ പരാതി നൽകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ തങ്ങളിൽ നിന്നും തട്ടിപ്പ് നടന്നു, തങ്ങളുടെ പണം നഷ്ടമായി എന്നുള്ള കാര്യമാണ്. പക്ഷേ പരാതിയിൽ എവിടെയും ഈ ജനതാദളിൻ്റെ മെമ്പറുടെ പേരോ അതല്ലെങ്കിൽ ഈ മന്ത്രിയുടെ ഓഫീസിൻ്റെ കേന്ദ്രീകരിച്ചാണ് തങ്ങൾ പണം നൽകിയത് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊന്നും പരാതിയിൽ ഇവർ നൽകിയിട്ടില്ല. കാരണം ഇവർക്ക് അത്തരത്തിൽ കൃത്യമായി വിദ്യാഭ്യാസമോ മറ്റോ ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരത് എഴുതി ചേർക്കുക, ഈ പാർട്ടി പ്രവർത്തകർ പറഞ്ഞത് എന്താണ്, ആ പരാതിയിൽ ഒപ്പിട്ട് നൽകുക മാത്രമാണ് ഈ ആളുകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ ഈ തട്ടിപ്പിനിരയായവർ ഭീഷണി കൂടെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ. കാരണം തങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഈ ഒരു ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പാതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാ വീട്ടമ്മമാരും അതിൽ പോകും, പൈസ കൊടുക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ പണം പിന്നെ തിരിച്ചു ചോദിക്കുന്നവർ ഈ അവരെ കൂടെ ഭീഷണിപ്പെടുത്തുന്ന രീതി, അതാണ് കാരണം ഇവർ പരാതി കൊടുക്കാൻ പോയപ്പോൾ നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനതാദളിൻ്റെ നേതാവ് കൂടെ പോവുക, മന്ത്രിയുടെ പേര് പറയുക, അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ വച്ചല്ല ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നത്, ആ രീതിയിലൊന്നും പരാതി കൊടുക്കരുത് എന്നുകൂടെ പറയുക. തീർച്ചയായും രജനി, ഈ പരാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതെങ്ങനെയാണ് പോലീസിൽ പരാതിപ്പെടേണ്ടത് എന്നുള്ളതിലൊന്നും ആദ്യഘട്ടത്തിൽ ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ മാനസികമായിട്ട് ഒരു വലിയ രീതിയിൽ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഈ ജനതാദളിൻ്റെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ ഇവർ എഴുതി തയ്യാറാക്കുന്ന, ഈ പാർട്ടി പ്രവർത്തകർ എഴുതി തയ്യാറാക്കുന്ന ആ പരാതിയിൽ ഒപ്പിട്ട് നൽകുക മാത്രമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആ പരാതിയിലാവട്ടെ ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ പണം വാങ്ങിയതെന്നോ അല്ലെങ്കിൽ ഈ തങ്ങൾ ഈ ഗൂഗിൾ പേ വഴിയും അതുകൂടാതെ കയ്യിലും ഒക്കെ പണം നൽകിയതും അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട യോഗങ്ങളും ഒക്കെ നടന്നത് ഈ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അതിൽ എഴുതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ നമ്മൾക്ക് ഈ ജനം ടി വിയോട് പ്രതികരിച്ച വീട്ടമ്മമാർ അവരുടെ ആ പ്രതികരണത്തിൽ തന്നെ അവർ ഈ PA ബന്ധപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ പണമൊക്കെ തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് അത് ഉണ്ടായില്ല എന്നുൾപ്പെടെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഞാനൊരു ജനതാദളിൻ്റെ പ്രവർത്തകയാണെന്ന് ഉൾപ്പെടെ അവർ പറയുന്നുമുണ്ട്. പക്ഷേ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അവർ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പൊതുവെ ഇന്നലെ പോലും ഈ ഒരു സംഭവവുമായി ഇപ്പോൾ നമ്മുടെ മന്ത്രിയുടെ പ്രതികരണം കെ കൃഷ്ണൻകുട്ടി തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത്. തങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് പരാതി കൊടുത്തതെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. കാരണം ഇത്രയും വലിയൊരു തട്ടിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കേന്ദ്രീകരിച്ചല്ലേ നടന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുന്ന വാക്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടല്ലോ എന്നാണ്.
തീർച്ചയായിട്ടും രജനി, മന്ത്രിയുടെ പ്രതികരണം അത്തരത്തിലാണ്. അതായത് ഇത്തരത്തിലൊരു തട്ടിപ്പ് എല്ലായിടവും കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടല്ലോ. 300-ലേറെ ആളുകൾ തങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. അവരെയൊക്കെ തങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പ്രതികരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ പണം നൽകിയ ആളുകളാണ് നമ്മളോട് പറയുന്നത് ഈ പണം നൽകിയത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് എന്ന തരത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഓഫീസ് പോലും കേന്ദ്രീകരിച്ച് ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് വളരെ ബോധ്യമാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസും BJPയും ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അത് കൂടുതൽ അന്വേഷണം ഇതിൽ വേണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ജനതാദൾ നൽകിയിരിക്കുന്ന പരാതി, ഇപ്പോൾ മന്ത്രി പറയുന്ന 300-ലേറെ ആളുകൾ നൽകിയിരിക്കുന്ന പരാതി, അത് ഈ സീഡ് സൊസൈറ്റിയുമായി കേന്ദ്രീകരിച്ചുള്ള പരാതിയാണ് അവർ നൽകിയിരിക്കുന്നത്. പക്ഷേ സീഡ് സൊസൈറ്റി മാത്രമല്ല, ഇത്തരത്തിൽ ആളുകളെ മുഴുവൻ ഇതൊരു സർക്കാർ പദ്ധതി, അവിടെ ആ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് ഇതൊരു സർക്കാർ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പദ്ധതി എന്ന് എന്തുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ജനതാദളിൻ്റെ പഞ്ചായത്ത് അംഗം ആളുകളെ ചേർത്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്, അതായത് ജനതാദളിൻ്റെയും മറ്റുമൊക്കെ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ളൊരു വലിയ ഗുരുതര ആരോപണം BJPയും കോൺഗ്രസും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കേവലം പോലീസ് പരാതി മാത്രം പോരാ, മന്ത്രിയുടെ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അരുണ്, കാരണം മന്ത്രി പറയുന്നുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ, കുറേ സ്ഥലങ്ങൾ ഇത് നടന്നിട്ടുണ്ട്, അപ്പോൾ പോലീസാണ് അന്വേഷിക്കേണ്ടത്, അല്ല തനിക്കിതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, തന്റെ പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. തീർച്ചയായിട്ടും മന്ത്രി അത്തരത്തിലാണ് പറയുന്നത്. അതായത് ഇതെല്ലാം നിലവിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് കൂടുതലും ഈ സീഡ് സൊസൈറ്റിയും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇതിൽ മറ്റ് ഈ മന്ത്രിയുടെ ഓഫീസൊക്കെ ഇങ്ങനെ ആളുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ അന്വേഷണം വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് ഉയരുന്നത്. അതുതന്നെയാണ് ഈ BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നത് സമാന രീതിയിലുള്ള ആരോപണമാണ്. ഇതിൽ മന്ത്രിയുടെ ഓഫീസ് പോലും ഇങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാരൊക്കെ കൂട്ടുനിന്നു, അത്തരം കാര്യങ്ങളിൽ കൂടെ അന്വേഷണം വേണ്ടതല്ലേ? മാത്രമല്ല, എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ ചേർത്തത്? അതായത് ഇതൊരു സർക്കാർ പദ്ധതി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ആളുകളെ ചേർക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ഈ പണം നൽകിയ ആളുകളാണ് പറയുന്നത് തങ്ങളെയൊക്കെ ഒരു സർക്കാർ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജനതാദളിൻ്റെ മെമ്പർ ചേർത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആ മെമ്പർ എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചേർത്തത് എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് ഉള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും മറ്റുമൊക്കെ ആവശ്യമായിട്ടുണ്ട്. അതേസമയം തന്നെ മന്ത്രി ഉൾപ്പെടെ പറയുന്നത് എല്ലാവരും സംസ്ഥാനത്തൊട്ടാകെ തട്ടിപ്പിനിരയായിട്ടുണ്ട്, അതുപോലെ തങ്ങളും തട്ടിപ്പിനിരയായതാണെന്നാണ് മന്ത്രിയുടെ ഇതിൽ പ്രതികരണമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ സർക്കാർ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് എല്ലായിടത്തും നടന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അപ്പോഴും അരുൺ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് മന്ത്രിക്ക് ഇതിൽ എന്ത് പങ്കാണ് എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് ചോദിച്ചപ്പോഴും അദ്ദേഹം ഉരുണ്ട് കളിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇനി അറിയേണ്ടത് ഈ ജനതാദളിലെ അംഗമായ പ്രീതി, അത് അവരെവിടെ പോയി, അവർക്കെതിരെ അന്വേഷണം വല്ലതും നടന്നിട്ടുണ്ടോ, എത്രയധികം ജനങ്ങളെയാണ്, അല്ലെ എത്രയധികം സ്ത്രീകളെയാണ് പറ്റിക്കപ്പെട്ടത്, അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ ഉയർന്നു വരുന്നത്. സർക്കാർ പദ്ധതി എന്ന പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പാതിവില തട്ടിപ്പിൽ ഇപ്പോൾ പാലക്കാട് എന്ന് വരുന്ന വിവരം. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പണം വാങ്ങി എന്ന പരാതിയുമായി ചിറ്റൂർ മണ്ഡലത്തിലെ വീട്ടമ്മമാരാണ് രംഗത്തെത്തിയത്. മന്ത്രിയുടെ PAയ്ക്കും പങ്കുള്ളതായിട്ട് ആരോപണം വരുന്നുണ്ട്. ഒപ്പം ഇവർ പണം കൊടുത്ത ജനതാദളിൻ്റെ അംഗമായ പ്രീതി ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും അറിയില്ല. ഒപ്പം മന്ത്രിയുടെ പ്രതികരണവും നമ്മൾ തേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഇതെല്ലാ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളതാണ്, പോലീസ് അന്വേഷണം നടത്തട്ടെ, അവരാണ് ഇതിൽ കണ്ടെത്തേണ്ടതാണ്. എന്നാലും സാധാരണക്കാരായ സ്ത്രീകളുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ഇവർ പറയുന്നുണ്ട് മന്ത്രിയുടെ ഓഫീസിലെ അതിൻ്റെ വിശ്വാസ്യതയുടെ പുറത്താണ് തങ്ങൾ ഇങ്ങനെ പണം നൽകിയെന്നാണ്. അങ്ങനെ പറഞ്ഞ സ്ത്രീകൾക്കാണ് ഇങ്ങനെ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത്. എന്തായാലും ഇതിൽ കൃത്യമായൊരു മറുപടി മന്ത്രി പറയേണ്ടതുണ്ട്, മന്ത്രി കൃഷ്ണൻകുട്ടി പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത്. അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.